ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് എ സി ടെക്നീഷ്യന്മാരോടാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കാലാവസ്ഥ ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എ സിയുടെ വർക്കിന് പോകുമ്പോൾ 22 ആയെങ്കിലും 410 ആണെങ്കിലും 32 ആണെങ്കിലും സിലിണ്ടർ ഇപ്പോൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ എ സി ടെക്നീഷ്യന്മാരുടെ ഗ്രൂപ്പിൽ 1-2 വീഡിയോസ് വന്നിട്ടുണ്ട്. കാരണം അവർ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഫുള്ള് ഹോളായിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒന്നുകിൽ നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ അങ്ങനെ നനഞ്ഞ് വെച്ചിട്ട് എന്തെങ്കിലും നമ്മൾ സിലിണ്ടറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പോകുന്ന സൈറ്റ് എത്തിയാൽ ഉടൻ തന്നെ സിലിണ്ടർ എടുത്തിട്ട് വല്ല തണലുള്ള സ്ഥലത്ത് കൊണ്ടുവെക്കുക. എപ്പോഴാണ് നമുക്ക് ചാർജ് ചെയ്യാൻ ആവശ്യം വരുന്നത്, ആ സമയത്ത് മാത്രം നമ്മൾ റൂഫ് ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഔട്ട്ഡോറിൻ്റെ അടുത്തേക്കോ കൊണ്ടുവരിക. അതുവരെ ഒരിക്കലും നമ്മളത് വെയിലത്ത് വെക്കരുത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളിപ്പോൾ ഫുൾ സിലിണ്ടർ ആവില്ലല്ലോ കൊണ്ടുപോവുക. ഈ 2 കിലോൻ്റെ അല്ലെങ്കിൽ 4 കിലോൻ്റെ ഒക്കെ ചെറിയ സിലിണ്ടർ നമ്മൾ റീഫിൽ ചെയ്തിട്ടായിരിക്കും നമ്മളത് ചാർജ് ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ കുറേ ടൈം വെയിലത്തിരിക്കുമ്പോൾ പ്രഷർ കൂടാനുള്ള, ഓൾറെഡി നമുക്കറിയാം 32 പുതിയ ഗ്യാസൊക്കെ 32 ഓൾറെഡി പ്രഷർ കൂടുതലുള്ള ഗ്യാസുകളാണ്. അതുകൊണ്ട് തന്നെ ഈ വെയിലിൻ്റെ ടെമ്പറേച്ചറും എല്ലാം കൂടിയായിട്ട് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നുണ്ട്. 1-2 സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഈ ചെറിയ സ്ഥലത്ത് തന്നെ, ഞങ്ങളിൽ നിന്നൊരു മണ്ഡലത്തിലെ ആൾക്കാരുള്ള ഗ്രൂപ്പാണ്. അവിടെ തന്നെ 2 സ്ഥലത്ത് ഇപ്പോൾ ഓൾറെഡി പൊട്ടിത്തെറിച്ചു. അപ്പോൾ അർജൻറ്റായിട്ടൊരു മെസ്സേജ് ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു, എ സി മെക്കാനിക്സിൻ്റെ ഗ്രൂപ്പിൽ. അതുകൊണ്ട് തന്നെ എ സി വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും, ഇപ്പോൾ നമുക്കറിയാം ഇനിയും ചൂട് കൂടാനാണ് ചാൻസ്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഏത് ഗ്യാസ് ആയിക്കോട്ടെ 22 ആണെങ്കിൽ പോലും പൊട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വെച്ചിട്ട് എപ്പോഴാണോ ചാർജ് ചെയ്യേണ്ടത് ആ സമയത്ത് മാത്രം നമ്മൾ ഔട്ട്ഡോറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക, ദയവ് ചെയ്തിട്ട്. അപ്പോൾ ഇത് എല്ലാ ഫ്രണ്ട്സിനും അഥവാ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.